തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ LDF-ൽ നിന്ന് അകന്ന് പ്രവർത്തിക്കണമെന്ന് കേരള കോൺഗ്രസ് എമ്മിൽ ആവശ്യം. സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒറ്റയ്ക്ക് നടത്തണമെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. അവസരം വരുമ്പോൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാമെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തോൽവിയുടെ കാരണം ചർച്ചയായപ്പോൾ CPIM-നെതിരെ വിമർശനമുയർന്നിരുന്നു. CPIM വോട്ടുകൾ പാർട്ടിക്ക് ലഭിച്ചില്ലെന്ന് ജില്ലാ നേതാക്കൾ ശക്തമായി വിമർശനമുന്നയിച്ചു. മുന്നണി മാറണമെന്നും ചില നേതാക്കൾ പറഞ്ഞു. ഇതോടെയാണ് തൽക്കാലം LDF-ൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിക്കാമെന്നതിനെക്കുറിച്ച് കേരള കോൺഗ്രസ് ആലോചന തുടങ്ങിയത്. സർക്കാർ വിരുദ്ധ സമരങ്ങളടക്കം ഒറ്റയ്ക്ക് നടത്തിയാൽ മതിയെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. കേരള കോൺഗ്രസ് സമരം ഏറ്റെടുക്കും. അതിപ്പം നേരത്തെ നമ്മൾ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ എത്രയും സമരം ചെയ്തു. ഇപ്പോൾ ജോസ് കെ മാണിയുടെ നേതൃത്വം ഞങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്തില്ലേ, ഇവിടെ തന്നെ ഞങ്ങൾ മലയോര ജാഥ നടത്തിയില്ലേ. അതിപ്പോൾ ഭരണവും സമരവുമായിട്ട് ബന്ധമില്ല. നമുക്ക് ഭരണത്തിൽ നിന്നാലും പ്രതിപക്ഷത്ത് നിന്നാലും വേറിട്ട സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ബുദ്ധിമുട്ടില്ല. പടിപടിയായി മുന്നണി വിടാനുള്ള നീക്കമാണ് കേരള കോൺഗ്രസ് എം നടത്തുന്നത്. അവസരം വരുമ്പോൾ മുന്നണി മാറാമെന്നും കണക്കുകൂട്ടുന്നു. അതേസമയം CPIM വോട്ടുകൾ കേരള കോൺഗ്രസിന് ലഭിക്കാതിരുന്നതിനെക്കുറിച്ച് CPIM തന്നെ മറുപടി പറയണമെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. CPM മറുപടി പറയാം. ഒരേ മുന്നണിയിലുള്ള ആളുകളാണ്. ആ മുന്നണിയുടെ ലീഡർഷിപ്പ് CPM-നാണ്. അതിനെക്കുറിച്ച് അവരുടെ ഒരു ഘടകകക്ഷി സ്ട്രോങ് ആയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അതിൽ CPM മറുപടി പറയട്ടെ. പറയാത്തിടത്തോളം കാലം അവർ പറയുന്നത് ശരിയാണ് എന്ന് ജനങ്ങൾ ധരിക്കേണ്ടി വരില്ലേ? കേരള കോൺഗ്രസ് എം NDAയുടെ ഭാഗമാകണമെന്ന ആവശ്യം ചില പ്രാദേശിക നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.